നമസ്കാരം. ഞാൻ നിമി മൈക്കിൾ, കോഴിക്കോട് ആസ്ട്രമൻസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന മൊബൈൽ ഫോൺ അഡിക്ഷനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഇലക്ട്രോണിക് യുഗം നമ്മളുടെ ജീവിതം വളരെ സുഗമമാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ദൂഷ്യഫലത്തെപ്പറ്റി നാം തുല്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കൾ ഒരു വ്യത്യാസമില്ലാതെ പറയുന്ന ഒരു കാര്യമാണ് 24 മണിക്കൂറും മൊബൈൽ ഫോണിലാണ്, ചാറ്റിലാണ്, അല്ലെങ്കിൽ ഗെയിമിലാണ്. അവൻ പഠിക്കാൻ മാത്രമേ പുറകിലുള്ളൂ കേട്ടോ. നിങ്ങളൊരു മൊബൈൽ ഫോൺ കൊടുത്തു നോക്കൂ, അവൻ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എനിക്കറിയാത്ത പല കാര്യങ്ങളും എൻ്റെ മകൻ അറിയുന്നുണ്ട്. മാഡത്തിന് എന്തെങ്കിലും അറിയാണെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, അവന് പറഞ്ഞു തരും. അപ്പോൾ അത് വളരെ അഭിമാനകരമായിട്ട് ഒരു മാതാവോ പിതാവോ പ്രസൻറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ തങ്ങൾക്ക് അറിയാത്ത ചില മേഖലകളിലെ കാര്യങ്ങൾ എൻ്റെ കുട്ടി പറഞ്ഞു തരുന്നു. അത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റീഇൻഫോഴ്സ്മെൻ്റ് ആയി മാറുന്നു. അപ്പോൾ പല മാതാപിതാക്കളുടെയും ഇത്തരം കാര്യങ്ങളോടുള്ള നിരക്ഷരത കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ദുരുപയോഗം ചെയ്തേക്കാം. അപ്പോൾ എവിടെയാണ് ലിമിറ്റ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഓരോ മാതാവും പിതാവും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി എത്തരത്തിലുള്ള കുട്ടികളാണ് ഇങ്ങനെയുള്ളൊരു അഡിക്ഷനിലേക്ക് പോകുക എന്ന് ചോദിച്ചാൽ, ഒന്ന്, ചില മക്കൾ അല്ലെങ്കിൽ ചില ആളുകൾ നമ്മൾ പറയും അന്തർമുഖത്വമുള്ളവർ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ. അവരധികം ആളുകളുമായിട്ട് ഇടപഴകാനോ സാമൂഹികമായ കാര്യങ്ങളിൽ വലിയ താല്പര്യങ്ങളില്ലാത്തവരായിരിക്കാം. അവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത്തരക്കാരിൽ നമ്മൾ പലപ്പോഴും ഇതിനുള്ള സാധ്യത കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മളുടെ ഒരു അണുകുടുംബ വ്യവസ്ഥയിലെല്ലാം മിക്കപ്പോഴും 2 പാരൻസും വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഒന്നോ അല്ലെങ്കിൽ മാക്സിമം 2 കുഞ്ഞുങ്ങളെ ഒരു വീട്ടിൽ കാണുള്ളൂ. അപ്പോൾ മക്കൾക്ക് പലപ്പോഴും പുറത്തിറങ്ങി കളിക്കാനുള്ള സാഹചര്യങ്ങൾ കുറയുകയും, അല്ലെങ്കിൽ വീടിനകത്ത് കുട്ടികളെ തന്നെ എൻ്റർടൈൻ ചെയ്യിക്കാൻ അല്ലെങ്കിൽ എൻഗേജ് ചെയ്യിക്കാൻ പല മാതാപിതാക്കളും ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നു. അത് അവരുടെ ഒരു കൺവീനിയൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരൊന്നെങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ മക്കൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല, ഇത് മാത്രമേ അവർക്കൊരു ഓപ്ഷൻ അവിടെയുള്ളൂ എന്ന ലെവലിലേക്ക് മാറുമ്പോൾ അത് പിന്നീട് ആ ശീലത്തെ ബ്രേക്ക് ചെയ്യാൻ പലപ്പോഴും മാതാപിതാക്കൾ, ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കൊച്ചു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനടക്കം പല മാതാപിതാക്കളും ഇത്തരത്തിലുള്ള ചിലപ്പോൾ ടി വിയിലെ കാർട്ടൂൺ ആയിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ എന്തെങ്കിലും ഒരു ആനിമേഷൻ ആയിരിക്കാം അവരെ കാണിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം കുട്ടികൾ നമ്മൾ എടുത്തുചാട്ടക്കാരെന്ന് പറയും, അല്ലെങ്കിൽ ഇമ്പൾസീവായിട്ടുള്ള കുട്ടികൾ. അവർ ചിന്തിക്കാതെയാണ് അവരുടെ പ്രവൃത്തികൾ, എന്താണ് അതിൻ്റെ അനന്തരഫലമെന്ന് ചിന്തിക്കാതെ അവർ പലതും ചെയ്യുന്ന ചില മക്കളെ, ചില ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെല്ലാം നമ്മളങ്ങനെ കാണാറുണ്ട്. അത്തരം എടുത്തുചാട്ടക്കാർ ഇത്തരത്തിലുള്ള മൊബൈൽ അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർ ചിന്തിക്കുന്നില്ല അവരെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെയാണ് അവർ കോണ്ടാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരായിട്ടാണ് അവർ ചാറ്റ് ചെയ്യുന്നത്. ഒരു അപരിചിതനെ ആയിട്ട് അവൻ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവന് വരുമോ എന്നൊന്നും ചിന്തിക്കാതെയുള്ള പല പ്രവൃത്തികളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരക്കാർ വളരെ അക്ഷമരായിരിക്കാം, അവർക്ക് ക്ഷമിക്കാനുള്ള ക്ഷമ കുറവുള്ള കുട്ടികളായിരിക്കാം. അപ്പോൾ ഇന്നത്തെ വെബ് വേൾഡിൻ്റെ എല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ഇൻസ്റ്റൻ്റ് ആണ്. ഒരു ടച്ചിൽ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷനും ഒരുപാട് റെസ്പോൺസും കിട്ടുന്നു. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അവരുടെ ഓരോ നീഡും വളരെ ഞൊടിയിടയിൽ അവർക്ക് സാധിച്ചു കിട്ടുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ കൂടുതൽ അത് ഉപയോഗിക്കാനും അതിൽ കൂടുതൽ രസം കണ്ടെത്താനും അവസാനം അതൊരു ആസക്തിയിലേക്ക് പോകാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. എപ്പോഴാണ് ഇതൊരു വലിയൊരു പ്രശ്നമായി മാറുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു കൗമാരപ്രായത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള ദേഷ്യം, സങ്കടം, അല്ലെങ്കിൽ കുറ്റബോധം, അല്ലെങ്കിൽ ഒരു ശൂന്യത, അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവ് എമോഷൻസിനെ കോപ്പ് ചെയ്യാൻ അവർ ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റ് ഗെയിംസിനെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാറ്റുകളെയോ ആശ്രയിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ബുദ്ധിമുട്ടായി മാറുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലൊരു സ്വപ്ന ലോകമുണ്ട്, ഒരു ഫാൻറ്റസി വേൾഡ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്കത് കൂടുതലായിട്ടുണ്ടാകാം. അവസാനം ഇതൊരു ഫാൻറ്റസി മാത്രമായി അവർക്ക് യഥാർത്ഥ ലോകത്തേക്ക് ഇറങ്ങി വരാനും അതുമായിട്ട് പൊരുത്തപ്പെടാനും ബുദ്ധിമുട്ടായിട്ട് മാറുന്നു. വെബ് വേൾഡിൽ അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റുകളാണ്. ഒരു ഫേസ്ബുക്കിൽ എനിക്ക് എത്ര ലൈക്ക് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് എത്ര നല്ല കമൻറ്റുകൾ കിട്ടി, ഇതാണ് അതിനെ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതെങ്കിൽ
യഥാർത്ഥ ലോകത്ത് അവർക്ക് അതുപോലെയുള്ള റിവാർഡിങ് കിട്ടുന്നില്ല, പെട്ടെന്നുള്ള റിവാർഡുകൾ വരുന്നില്ല, അവർക്ക് ഇത്തരത്തിലുള്ള അപ്രിസിയേഷൻസ് കിട്ടുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും അവർ റിയൽ വേൾഡായിട്ട് ഡിസ്റ്റൻസ് ചെയ്യാനുള്ള ഒരു ശ്രമം അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ടാകാം. അങ്ങനെ ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ ടൈം റിലേഷൻഷിപ്പുകളെക്കാളും എല്ലാം ഒരു സൂപ്പർഫിഷ്യൽ റിലേഷൻഷിപ്പുകളിലേക്ക് അവരുടെ വ്യക്തിബന്ധങ്ങൾ മാറുകയും അൾട്ടിമേറ്റ്ലി അതൊരു ഷോ ഓഫായി മാത്രം മാറുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ സ്ഥിതിവിശേഷങ്ങളാണ് നമ്മൾ പലപ്പോഴും കാണാറ്. എല്ലാത്തിനും ഉപരിയായി ഒരു വ്യക്തിക്ക് വേണ്ട, ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള സ്വകാര്യതയെ മാനിക്കാതെയുള്ള, അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് പേഴ്സണൽ സ്പേസ് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണത ഈ കുഞ്ഞുങ്ങൾക്ക് വളരെ വളരെയധികം ദോഷമായിരിക്കാം ഭാവിയിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ അതീവ ജാഗ്രതരായിരിക്കുക. നന്ദി.